സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 16 ഓക്കെ. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫ്രം ദ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റിയും ഇതിൻ്റെ സബ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഡിവിഷനുമാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഓക്കെ ഫൈൻ. സോ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്, ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ കറണ്ട് ഇൻ ദ റെസിസ്റ്റൻസ് R3 എത്രയാണെന്നാണ്. അതായത് നമ്മൾക്ക് ഇവിടെ ഒരു സർക്യൂട്ട് ഡയഗ്രാം തന്നിട്ടുണ്ട് ആണല്ലോ. ആ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾക്ക് തന്നിട്ട് അതിനകത്ത് തന്നെ R3 എന്ന് പേരുള്ള ആ ഒരു റെസിസ്റ്റൻസ് അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആണല്ലോ. സോ നമുക്ക് നോക്കാം ഈ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഇത് എങ്ങനെ ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം. സോ ഈ സർക്യൂട്ട് ഡയഗ്രാം നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മൾക്ക് ഈ തന്നിരിക്കുന്ന ഈ രണ്ട് റെസിസ്റ്റേഴ്സ് ഇവരെങ്ങനെയാണ്, ദേ ആർ പാരലൽ ടു ഈച്ച് അതർ. അതുപോലെ തന്നെ ഇവരുടെ രണ്ടുപേരുടെയും റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 4 ohm ഈച്ച് ആണ്. സോ ഇതിൻ്റെ പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ 4 പാരലൽ 4 അതായത് 2 എന്ന് വരും. സോ നമ്മൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം നമ്മളൊന്ന് റീഡ്രോ ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തേതിന് ഞാൻ 2 എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തേതും 2 തന്നെ വരും. മൂന്നാമത്തെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആണ്. അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എത്ര വോൾട്ടിലോട്ടാണ്? ഇവരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു 10 വോൾട്ട് ബാറ്ററിയിലോട്ടാണ്. സോ ഇനി ഇവർ മൂന്നും സീരീസ് ആണ്, ശരിയല്ലേ? സോ 2 + 2 ദാറ്റ് ഈസ് 4 + 1 5 എന്ന് വരും. സോ ഇപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രാം ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്, 5 അല്ലേ. അതുപോലെ തന്നെ ഈ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. സോ ഇവിടെ നമ്മൾക്കറിയാം I എന്ന് പറയുന്നത് എന്തായിരിക്കും? V/R അല്ലേ. V എന്ന് പറയുന്നത് എത്ര മക്കളെ? 10ഉം R എന്ന് പറയുന്നത് 5ഉമാണ്. ദാറ്റ് ഈസ് 2 ആംപിയർ കറണ്ട് ആയിരിക്കും ഇതുവഴി വരുന്നത് ആണല്ലോ. സോ ഇതുവഴി പോകുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ എത്രയായി? 2 ആംപിയർ ആയി. സോ നമുക്കിതിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും 2 ആംപിയർ ആണല്ലോ. ഇനി അത് ഇവിടോട്ട് വരുമ്പോഴത്തേക്കും ഇതും 2 ആംപിയർ അല്ലേ. ഇത് ഒരേപോലത്തെ രണ്ട് റെസിസ്റ്റൻസ് അല്ലേ, 4ഉം 4ഉം. അതുകൊണ്ട് തന്നെ ഈ 2 ആംപിയർ എങ്ങനെ സ്പ്ലിറ്റ് ആകും? 1 ആംപിയറും ഇവിടെ വരുമ്പോഴത്തേക്കും എന്താകും? 1 ആംപിയർ ആകും. ആ 1 ആംപിയർ ഇതുവഴി വന്നിട്ട് എന്ത് ചെയ്യും? ഇതുവഴി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വീണ്ടും 2 ആംപിയർ ആയിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് R3 എന്ന് പറയുന്ന റെസിസ്റ്റൻസിലൂടെ പോകുന്ന കറണ്ട് എത്രയായിരുന്നല്ലേ. സോ നമുക്ക് ആൻസർ കിട്ടിയല്ലോ. സോ ദ ആൻസർ ഈസ് 1 ആംപിയർ ആയിരിക്കും R3യിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്.